അതിരപ്പിള്ളി പ്ലാന്റേഷൻ മേഖലയിൽ കാട്ടാന ഇറങ്ങി. തോട്ടം തൊഴിലാളിയുടെ ലയം ആക്രമിച്ചു. ആളപായമില്ല. സൂരജ് സജി തൃശ്ശൂരിൽ നിന്ന് വിവരങ്ങൾ നൽകാനുണ്ട്. എപ്പോഴാണ് സൂരജ് ഈ പ്ലാന്റേഷൻ മേഖലയിൽ കാട്ടാന ഇറങ്ങിയത്? എനിക്കൊന്നും ആർക്കും ആളപായം ഉണ്ടായിട്ടില്ല എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. വിവരങ്ങൾ എന്താണ് സൂരജ്? ഇതെപ്പോഴാണ് കാട്ടാന ഇറങ്ങിയത്? സൂരജ് സജിയാണ് വിവരങ്ങൾ നൽകാനുള്ളത്. എനിക്ക് ഒന്ന് ചെറിയ സാങ്കേതിക പ്രശ്നമുണ്ട്, സൂരജ് കേൾക്കുന്നില്ല എന്ന്. സൂരജ് കേൾക്കാമോ? അതിരപ്പള്ളിയിൽ നിന്നുള്ള വിവരങ്ങളാണ് നമുക്ക് അറിയാനുള്ളത്. പ്ലാന്റേഷൻ മേഖലയിൽ കാട്ടാന ഇറങ്ങി. തോട്ടം തൊഴിലാളിയുടെ ലയം കാട്ടാനെ ആക്രമിച്ചു. ലയം നശിപ്പിച്ചിട്ടുണ്ട്, നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. തോട്ടം തൊഴിലാളികൾ താമസിക്കുന്ന ലയങ്ങളിൽ കാട്ടാനയുടെ ആക്രമണം ഉണ്ടായിരിക്കുന്നു. അതിന്റെ വിശദാംശങ്ങളാണ് നമുക്കിനി പരിശോധിക്കാനുള്ളത്. ഭാഗ്യവശാൽ ആർക്കും അപായം ഉണ്ടായിട്ടില്ല, ആളപായമില്ല എന്നാണ് പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ. സൂരജ് സജി ഇപ്പോഴുണ്ട്. സൂരജ്, എപ്പോഴായിരുന്നു കാട്ടാനകളുടെ ആക്രമണം? എന്താണ് വിവരങ്ങൾ? ഗോപികൃഷ്ണൻ, ഇന്ന് പുലർച്ചെ 2 മണിയോട് കൂടിയാണ് ഇത്തരത്തിൽ വെറ്റിലപ്പാറ പ്ലാന്റേഷൻ സമീപം എത്തിയ കാട്ടാനകളുടെ ഒരു സംഘം. അതായത് 5 കാട്ടാനകളാണ് ഈ സംഘത്തിൽ ഉണ്ടായിരുന്നതെന്നാണ് പറയുന്നത്. ഈ കാട്ടാനകളാണ് ഈ ആക്രമണം നടത്തിയത്. ഈ ലയത്തിന് പുറകുവശത്തെ ചുമർ ഇടിഞ്ഞു വീഴുന്നത് കേട്ടാണ് അവിടെ ഉണ്ടായിരുന്ന തോട്ടം തൊഴിലാളികൾ ഈ ഉണരുന്നത്. ആ സമയം ആ വീട്ടിൽ 2 പേർ മാത്രമാണ് ഉണ്ടായിരുന്നത്, അമ്മയും മകനും മാത്രം. അവർ ഉടനെ ഓടി അടുത്ത ലയത്തിലേക്ക് കയറി. പക്ഷേ ഈ കാട്ടാനകൾ ഈ ലയം മുഴുവൻ വളയുന്ന ഒരു സാഹചര്യം ഉണ്ടായി. ആ സമയത്ത് തന്നെ അവർ ഈ വനംവകുപ്പ് ഉദ്യോഗസ്ഥരെ അടക്കം ബന്ധപ്പെടാൻ ശ്രമിച്ചിരുന്നെങ്കിൽ പോലും അവരെ ഫോണിൽ ലഭ്യമാകാത്ത ഒരു സാഹചര്യമായിരുന്നു. പിന്നീട് കൂടുതൽ തോട്ടം തൊഴിലാളികൾ സംഘടിച്ചെത്തുകയും ഈ തീ കത്തിച്ചും മറ്റുമൊക്കെയാണ് ആനയെ അവിടെ നിന്ന് തുരത്തിയത്. ഈ വെറ്റിലപ്പാറ പ്ലാന്റേഷൻ മേഖലയിൽ കഴിഞ്ഞ ഏതാനും ദിവസങ്ങളായി കാട്ടാന ആക്രമണം വർദ്ധിച്ചു വരുന്ന ഒരു സാഹചര്യമുണ്ട്. അതുകൊണ്ട് തന്നെ ഈ കാട്ടാനകൾ ഇത്തരത്തിൽ ഈ പ്ലാന്റേഷൻ മേഖലയിലേക്ക് ഇറങ്ങാതിരിക്കുന്നതിന് വേണ്ട നിയന്ത്രണങ്ങൾ വേണമെന്നുള്ളതാണ് നാട്ടുകാർ ഉൾപ്പെടെ ആവശ്യപ്പെടുന്നത്. ഗോപികൃഷ്ണൻ, ശരി. സൂരജ് സജിയാണ് വിവരങ്ങൾ നൽകിയത്. ഇപ്പോൾ നമ്മൾ കണ്ടത് അതിരപ്പിള്ളിയിൽ ഈ തോട്ടം തൊഴിലാളികൾ താമസിക്കുന്ന ലയങ്ങളിൽ കാട്ടാനയുടെ ആക്രമണം ഉണ്ടായതാണ്. 24 അഞ്ചിന്റെ വജ്രത്തിളക്കം.